राम राम। जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्त वृंदा। जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्त वृंदा। जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्त वृंदा। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं, श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते, गोपेशा गोपिका कान्त राधा कान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी, वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे, निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं, यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं। परमानन्दमाधवं श्रीचैतन्यमीश्वरम्। हरे कृष्ण। ശ്ലോകം 213 അല്ലേ? യെസ് പ്രഭു. ഓക്കെ. आजानलम्बितभुजौ कनकावदादो, सङ्कीर्तनैकपितरो कमलायताक्षो, विश्वम्भरो द्विजवरो युगधर्मपालो, वन्दे जगत्प्रियकरो करुणावतारो। जयति देवा कृष्णचैतन्यचन्द्र, जयति कीर्तिस्तस्य नित्या पवित्रा। जयति भृत्यास्तस्य विश्वेशमूर्ते, जयति नृत्या तस्य സർവപ്രിയാനാം. ശ്ലോകം 213. അപ്പോൾ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഏത് ലീലയാണ്? ആരെങ്കിലും പറയൂ. സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും. കഴിഞ്ഞ ദിവസം എവിടെ വരെ എന്തായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്? ഹരേ കൃഷ്ണ. ആർക്കും അറിയില്ല. ഓക്കെ. ग्रामेरा ठाकुरा तुम्ही सब तो मार्जन, निमाय बोलाइय तारे करह वर्जन. വായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു.
रामेरा ठाकुरा तुम्ही सभा तोमारा जाना निमाई बोला या तारे कराह वर्जना. ട്രാൻസ്ലേഷനും പപ്പട്ടും വായിക്കട്ടെ പ്രഭു. വായിക്കൂ. ട്രാൻസ്ലേഷൻ ആൻഡ് പപ്പട്ട് ബൈ ഹിസ് ഡിവൈൻ ഭക്തിവേദാന്ത സംസ്കൃത പ്രഭാതിപ്പിച്ചു. വിവർത്തനം. അങ്ങ് ഈ ഗ്രാമത്തിന്റെ അധികാരിയാണ്. ഹിന്ദുവായാലും മുസ്ലിം ആയാലും എല്ലാവരും അങ്ങയുടെ സംരക്ഷണത്തിലാണ്. അതുകൊണ്ട് ദയവായി നിമായി പണ്ഡിതനോട് ഈ ഗ്രാമം വിട്ടുപോകാൻ പറയുക. ഭാവാർത്ഥം. ഠാക്കൂർ എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒരർത്ഥം ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വരത്വമുള്ള വ്യക്തി എന്നാണ്. മറ്റേ അർത്ഥം ക്ഷത്രിയൻ എന്നും. ഇവിടെ പാഷണ്ഡി ബ്രാഹ്മണർ കാസിയെ പട്ടണത്തിന്റെ ഭരണാധികാരി എന്ന നിലയിൽ ഠാക്കൂർ എന്ന് സംബോധന ചെയ്യുന്നു. വ്യത്യസ്ത ജാതികളിലുള്ളവരെ സംബോധന ചെയ്യാൻ വ്യത്യസ്ത നാമങ്ങളുണ്ട്. ബ്രാഹ്മണർ മഹാരാജൻ എന്നും ക്ഷത്രിയർ ഠാക്കൂർ എന്നും വൈശ്യർ ചേതൻ എന്നും അല്ലെങ്കിൽ മഹാജനൻ എന്നും ശൂദ്രർ ചൗധരി എന്നും സംബോധന ചെയ്യപ്പെടുന്നു. ഉത്തരേന്ത്യയിൽ ഇപ്പോഴും ഈ ഉപചാരക്രമം നിലനിൽക്കുന്നുണ്ട്. അവിടെ ക്ഷത്രിയർ ഠാക്കൂർ സാഹബ് എന്ന് വിളിക്കപ്പെടുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു ഹരിനാമ സങ്കീർത്തനം അവതരിപ്പിച്ചതിനാൽ അവിടുന്നിനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് മജിസ്ട്രേറ്റ് ആയ കാസിയോട് അഭ്യർത്ഥിക്കുന്നതിനാണ് അവരവിടെ ചെന്നത്. ഭാഗ്യത്തിന് ഞങ്ങളുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ലോകത്തിൽ ഉടനീളം, പ്രത്യേകിച്ച് പരിഷ്കൃത ലോകമായ യൂറോപ്പിലും അമേരിക്കയിലും ജനസമ്മതി നേടിക്കഴിഞ്ഞു. പൊതുവെ ഞങ്ങളെ ഒരു നഗരത്തിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് ആരും പരാതിപ്പെട്ടിട്ടില്ല. അത്തരം ഒരു ശ്രമം ഓസ്ട്രേലിയയിലെ മെൽബണിൽ നടന്നെങ്കിലും അത് പരാജയപ്പെട്ടു. അപ്രകാരം ഞങ്ങളിപ്പോൾ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ന്യൂയോർക്ക്, ലണ്ടൻ, പാരീസ്, ടോക്കിയോ, സിഡ്നി, മെൽബൺ, ഓക്ലാൻഡ് തുടങ്ങിയ മഹാനഗരങ്ങളിൽ അവതരിപ്പിക്കുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്താൽ എല്ലാം ഹൃദ്യമായി നടക്കുകയും ചെയ്യുന്നു. ജനങ്ങൾ ഹരേ കൃഷ്ണ മന്ത്ര ജപം സ്വീകരിക്കുന്നതിൽ വളരെ സന്തുഷ്ടരാണ്. ഫലം അങ്ങേയറ്റം സംതൃപ്തികരവുമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ ചർച്ച ചെയ്യുന്നത് കാസിയുടെ അടുത്ത് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവും പാർഷദരും എല്ലാവരും കൂടെ പോകുന്നു. അവിടെ പോയതിനു ശേഷം അവർ തമ്മിലുള്ള ആ ഒരു സംവാദം, അതിന്റെ തുടർച്ചയാണ് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കാസിയുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അവര് പറയുന്നു, നിമായി പണ്ഡിറ്റിനെ അതായത് നിമായിനെ ഈ നഗരത്തിൽ നിന്ന്, ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നതാണ് നല്ലത് എന്നുള്ളത്. അതായത് കാസിയോട് അഭ്യർത്ഥിക്കുന്നു ഇദ്ദേഹത്തെ ഇവിടുന്ന് പറഞ്ഞയക്കുന്ന കാര്യത്തെ കുറിച്ച്. ഇവിടെ ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഠാക്കൂർ എന്ന് പറയുന്ന വാക്കിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഭഗവാനെ നമ്മൾ ഠാക്കൂർജി എന്ന് പറയാറുണ്ട്. അതേപോലെ നല്ലൊരു ശുദ്ധഭക്തനെയും ഠാക്കൂർ എന്ന് വിളിക്കും. ഇവിടെ ക്ഷത്രിയ കുലത്തിലുള്ളവരെ കൂടുതൽ ഠാക്കൂർ എന്ന് വിളിക്കുന്നു. അതേപോലെ ബ്രാഹ്മണരെ മഹാരാജ എന്ന് വിളിക്കുന്നു. വൈശ്യരെ മഹാജന എന്ന് വിളിക്കുന്നു. ശൂദ്രരെ ചൗധരി എന്നൊക്കെ. ഇതെല്ലാം പല കാസ്റ്റ് സിസ്റ്റത്തിൽ വിളിക്കുന്ന ഓരോ പേരുകളാണ്. ഠാക്കൂർ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ശീല ഹരിദാസ് ഠാക്കൂർ ഭഗവാന്റെ ശുദ്ധഭക്തരാണ്. ഹരിദാസ് ഠാക്കൂർ, ശീല നരോത്തം ദാസ് ഠാക്കൂർ, അല്ലെ, ഇവരൊക്കെ ഭഗവാന്റെ ശുദ്ധഭക്തരായതുകൊണ്ട് അങ്ങനെ അഭിസംബോധന ചെയ്യാറുണ്ട്. ശീല പ്രഭുപാദി പറയുന്നു, ഇതേപോലെ പാഷണ്ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മത്സ്യമാംസം കഴിക്കുന്നവരും എല്ലാം, അതായത് വേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ചും പശുവിനെ കൊന്ന് ആ മാംസം കഴിക്കുന്നവരൊക്കെ, അങ്ങനെയുള്ളവര് കാസിയോട് പറയുന്നു. അത് ഒരു പാഷണ്ഡി എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ഒന്ന് അതാണ്. രണ്ട്, പിന്നെ വേണമെങ്കിൽ പറയാം ഭഗവാനെ വിശ്വസിക്കാത്തവര്, നിരീശ്വരവാദികൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരും ഭഗവാനെ നിരാകരിക്കുന്നവര്, അങ്ങനെയുള്ളവരെയും പാഷണ്ഡി എന്ന് വിളിക്കും. ഇവിടെ പാഷണ്ഡിയിൽ പെടുന്ന കുറച്ച് ആളുകൾ കാസിയോട് അഭ്യർത്ഥിക്കുന്നു, ചൈതന്യ മഹാപ്രഭുവിനെ ഈ നഗരത്തിൽ നിന്ന് പറഞ്ഞയക്കണം. കാര്യം ഹരിനാമ സങ്കീർത്തനം ചെയ്ത് അദ്ദേഹം മറ്റുള്ളവര് എല്ലാവരും ഈ ഹരിനാമ സങ്കീർത്തനം കേൾക്കുന്ന എല്ലാവരും അത് മതിമറന്ന് അവരെല്ലാവരും ഭക്തരായി മാറുന്നു. അപ്പോൾ ഇതെല്ലാം മറ്റുള്ളവർക്ക് സഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല, ഭക്തരല്ലാത്തവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് അദ്ദേഹത്തെ പറഞ്ഞയക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് പറയുന്നത്. ശീല പ്രഭുപാദി പറയുന്നു, ഹരേകൃഷ്ണ പ്രസ്ഥാനം തുടങ്ങിയ മുതൽ ചൈതന്യ മഹാപ്രഭുവിന്റെ മഹാകൃപ കൊണ്ട് ഇതുവരെ ഒരു
രാജീവും നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതുവരെ ആരും തടസ്സം നിന്നിട്ടില്ല, രാജ്യം വിട്ടു പോകാനോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതെല്ലാം ഭഗവാന്റെ മഹാപ്രഭുവിന്റെ മഹാകാരുണ്യം കൊണ്ട് അതെല്ലാം നന്നായിട്ട് നടക്കുന്നു. ഒരു സ്ഥലത്ത് മെൽബണിൽ വെച്ച്, ഓസ്ട്രേലിയയിൽ വെച്ച് ചെറിയൊരു കാര്യം നടന്നിരുന്നു. പക്ഷെ എന്നാലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അതെല്ലാം ശരിയായി എന്ന് പറയുന്നു. അപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രം പ്രചരിപ്പിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ഒരു പരോപകാരം എന്ന് പറയുന്നത്. ചൈതന്യ മഹാപ്രഭു ആഗ്രഹിച്ചതും ലോകം മുഴുവനും ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഭഗവാന്റെ തിരുനാമം ആളുകൾ ജപിക്കുന്നത് കാണണം എന്നുള്ള ആഗ്രഹമായിരുന്നു ചൈതന്യ മഹാപ്രഭുവിനുണ്ടായിരുന്നത്. അത് ആ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പാർഷദര് ഒരുപാട് പേര് വരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർഷദനാണ് ശിലപ്രഭുപാജി. ശിലപ്രഭുപാജിയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അടുത്ത ശ്ലോകം 214. തബേ ആമി പ്രീതി വാക്യ കാഹില സബാരെ സബേ ഘരെ യാഹ ആമി നിഷേധി ഭാതാരെ. വായിക്കട്ടെ പ്രഭു. വായിക്കും. തബേ ആമി പ്രീതി വാക്യേ കഹില സബാരെ തബേ ഘരെ യാഹ ആമി നിഷേധി ഭാതാരെ. വിവർത്തനം. അവരുടെ പരാതികൾ കേട്ടതിനു ശേഷം ഞാൻ മധുര വാക്കുകളാൽ അവരോട് പറഞ്ഞു, ദയവായി മടങ്ങിപ്പോവുക. ഹരേ കൃഷ്ണ പ്രസ്ഥാനം തുടരുന്നതിൽ നിന്ന് നിമായി പണ്ഡിതനെ ഞാൻ നിശ്ചയമായും വിലക്കാം. ഖാസി പറയുന്നു, അങ്ങനെ ഒരുപാട് ആളുകൾ കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ സമാധാനത്തോടുകൂടി അവരെ പറഞ്ഞയച്ചു തിരിച്ച്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിമായി പണ്ഡിറ്റിനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാം. അല്ലെങ്കിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനം തുടങ്ങുന്നത് ചൈതന്യ മഹാപ്രഭുവാണ്. ശീലപ്രഭുപാദ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് മാത്രം. തുടങ്ങുന്നത് ഈ സങ്കീർത്തനം, നഗര സങ്കീർത്തനമാവട്ടെ, ഇതെല്ലാം തുടങ്ങുന്നത് ചൈതന്യ മഹാപ്രഭു തന്നെയാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ, അതുകൊണ്ടാണ് മഹാപ്രഭുവാണ് നമ്മുടെ എല്ലാം. അപ്പോൾ ഇവിടെ പറയുന്നു, നിമായി പണ്ഡിറ്റിനെ ഇവിടെ തുടരാൻ, ഈ ഒരു പ്രസ്ഥാനം, ഹരേകൃഷ്ണ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാതെ അദ്ദേഹത്തെ ഇവിടുന്ന് പറഞ്ഞയക്കാനുള്ള വഴികൾ ഇതാണ്. പറഞ്ഞയക്കണമെന്നാണ് മറ്റുള്ളവരെ അഭ്യർത്ഥിക്കുന്നത്. അത് ഞാൻ വേണ്ട പോലെ നോക്കിക്കോളാം, ചെയ്തോളാം എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞ ആളുകളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. ഹിന്ദുര ഈശ്വര ബട യേ നാരായണ സേതു മിഹാവോ ഹേ ഹേന ലയമുറ മന. ഹിന്ദുര ഈശ്വര ബട യേ നാരായണ സേതു മിഹാവോ ഹേന ലയമോര മന. വിവർത്തനം. ഹിന്ദുക്കളുടെ പരമോന്നത ദൈവം നാരായണനാണെന്ന് എനിക്കറിയാം. അങ്ങ് അതേ നാരായണനാണെന്ന് ഞാൻ കരുതുന്നു. ഇതാണ് എന്റെ മനസ്സിൽ തോന്നുന്നത്. ഇവിടെ കാസി പറയുന്നു, എനിക്കിപ്പോൾ തോന്നുന്നു മനസ്സിൽ അങ്ങ് നാരായണൻ തന്നെയാണ്. ഹിന്ദു ദൈവങ്ങളിലെ, കാസിയുടെ ഒരു വെർഷനാണ്, ഹിന്ദു ദൈവങ്ങളിൽ ഹിന്ദു ദൈവം, മുസ്ലിം ദൈവം, ക്രിസ്ത്യൻ ദൈവം എന്നൊന്നും വ്യത്യാസമില്ല. എന്നാൽ കാസി പറയുന്നു, ഹിന്ദു ദൈവങ്ങളിൽ ശ്രീമൻ നാരായണനാണ് മുഖ്യൻ എന്നുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് പരമ പുരുഷൻ എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ഒരു സംശയമുണ്ട്, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു, എന്റെ മനസ്സിൽ തോന്നുന്നു അങ്ങ് നാരായണൻ തന്നെയാണ് എന്നുള്ളത്. കാസിക്ക് കാര്യം മനസ്സിലാവുന്നു. ഏതശുനി മഹാപ്രഭു ഹസിയ ഹസിയ കാഹിത്തെ ലാഗില കിച്ചു കാജിര ചുനിയ. ഏതശുനി മഹാപ്രഭു ഹസിയ ഹസിയ കാഹിതെ ലാഗില കിച്ചു കാജിരെ ചുനിയ. വിവർത്തനം. കാസി ഹൃദ്യമായി സംസാരിക്കുന്നത് കേട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ സ്പർശിച്ചു. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. മഹാപ്രഭു കാസിയെ തൊട്ടുകൊണ്ട് അദ്ദേഹം ഇനി പറയാൻ പോകുന്നു. എന്താണ് നോക്കാം നമുക്ക്. ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. തോമാര മുഖേ കൃഷ്ണ നാമ ഏ ബട വിചിത്ര പാപക്ഷയ ഗേല ഹൈല പരമ പവിത്ര. മഹാപ്രഭു ചിരിക്കാൻ കാര്യം ഇതാണ്, കാസിയുടെ മുഖത്തിൽ നിന്ന് കൃഷ്ണനാമം വരുന്നു. അതുകൊണ്ട് പറയൂ, വായിച്ചോളൂ. തോമാരെ മുഖേ കൃഷ്ണ നാമ ഏ ബട വിചിത്ര പാപക്ഷയ ഖേല ഹൈല പരമ പവിത്ര. വിവർത്തനം.
നിങ്ങളുടെ വായിൽ നിന്ന് വന്ന കൃഷ്ണന്റെ തിരുനാമ ജപം ഒരത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ എല്ലാ പാപകർമ്മങ്ങളും ക്ഷയിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ പരമ പവിത്രനായി തീർന്നിരിക്കുന്നു. ഭാവാർത്ഥം: സങ്കീർത്തന പ്രസ്ഥാനത്തിന്റെ ശക്തി സ്ഥിരീകരിച്ചുകൊണ്ട് മഹാപ്രഭുവിന്റെ മുഖത്തു നിന്ന് തന്നെ വന്ന ഈ വാക്കുകൾ കൃഷ്ണന്റെ ദിവ്യനാമം വെറുതെ കീർത്തനം ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരുവൻ എങ്ങനെ പരിശുദ്ധീകരിക്കപ്പെടുന്നുവെന്ന് വ്യക്തമാക്കുന്നു. കാസി ഒരു മ്ലേച്ഛനും യവനനുമായിരുന്നു. എന്നാൽ പലതവണ ഭഗവാൻ കൃഷ്ണന്റെ തിരുനാമം ഉച്ചരിച്ചതു മൂലം അദ്ദേഹത്തിന്റെ പാപപങ്കിലമായ ജീവിതത്തിന്റെ എല്ലാ പ്രതികരണങ്ങളും തുടച്ചു നീക്കപ്പെടുകയും അദ്ദേഹം ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും പൂർണ്ണമായി പരിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. ഞങ്ങൾ ലോകത്തിലുടനീളം കൃഷ്ണാബോധം പ്രചരിപ്പിക്കുന്നതിലൂടെയും എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങളെ വൈഷ്ണവ തത്വത്തിന്റെ അത്യുന്നത നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് അവകാശപ്പെടുന്നതിലൂടെയും ഹിന്ദുമതത്തെ ക്ഷയിപ്പിക്കുന്നുവെന്ന് ഇന്നത്തെ പാഷണ്ഡികൾ പ്രതിഷേധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളോട് തീക്ഷ്ണമായി വിയോജിക്കുന്ന ഇവരിൽ ചിലർ യൂറോപ്പുകാരും അമേരിക്കക്കാരുമായ വൈഷ്ണവരെ വിഷ്ണു ക്ഷേത്രങ്ങൾ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല. ധർമ്മം ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ചിന്തിക്കുന്ന ഈ ഹിന്ദുക്കളെന്ന് പറയപ്പെടുന്നവർ വാസ്തവത്തിൽ ബഹുദേവതോപാസനയിലൂടെ കഠിനഹൃദരായി തീർന്നിരിക്കുന്നു. കാസിയുടെ ശുദ്ധീകരണത്തെ അടുത്ത ശ്ലോകത്തിൽ മഹാപ്രഭു സ്ഥിരീകരിക്കുന്നു. ഹരേ കൃഷ്ണ. മഹാപ്രഭുവിന് ഒരുപാട് സന്തോഷമായി. ഒരുപാട് പ്രാവശ്യം അവര് തമ്മിലുള്ള സംവാദത്തിൽ കാസിയുടെ മുഖത്തിൽ നിന്ന് കൃഷ്ണനാമം വരുന്നുണ്ട്. ആ കൃഷ്ണനാമം കേട്ടപ്പോൾ മഹാപ്രഭുവിന് സന്തോഷമായി. എന്നിട്ട് പറയുന്നു, അങ്ങയുടെ തിരുമുഖത്തിൽ അങ്ങയുടെ മുഖത്തിൽ നിന്ന് വരുന്ന ആ കൃഷ്ണനാമം ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഓൾറെഡി ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്താണ് പറയുന്നത്? അങ്ങയുടെ എല്ലാ പാപങ്ങളും അതിന്റെ റിയാക്ഷൻസും എല്ലാം മാറിപ്പോയി. അങ്ങ് ശുദ്ധനായി എന്നാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, മ്ലേച്ഛനായിട്ടുള്ള അല്ലെങ്കിൽ മാംസം കഴിക്കുന്ന ആ കാസി അദ്ദേഹത്തിന്റെ പാപങ്ങൾ പോലും മുഴുവനും കഴുകി കളയാൻ സാധിച്ചു. എങ്ങനെ? പാപങ്ങളൊക്കെ പോയി കൃഷ്ണനാമത്തിലൂടെ. അപ്പോൾ അതാണ് പറയുന്നത്, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ആ ഒരു പൊട്ടൻസിയെ കുറിച്ചാണ് ശ്രീല പ്രഭുപാജിയുടെ പറയുന്നത്. സങ്കീർത്തന ആന്തോളനം, തിരുനാമം, ഭഗവാന്റെ തിരുനാമം, സങ്കീർത്തനം എന്ന് പറയുന്നത് ഒരുപാട് ശക്തിയുള്ളതാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ. കാസി എങ്ങനെയായിരുന്ന ആളാണ്, അല്ലെങ്കിൽ ഏത് കുലത്തിലുള്ള ആളാണ്, എന്നാലും അദ്ദേഹത്തിന് പോലും പ്യൂരിഫിക്കേഷൻ സംഭവിക്കുന്നു നാമത്തിലൂടെ. അതാണ് പറയുന്നത്. അപ്പോൾ അത് കാസി ഇങ്ങനെ വേണമെന്ന് വിചാരിച്ച് ജപിക്കാനിരുന്നുകൊണ്ട് ജപിക്കുന്നതല്ല. കൃഷ്ണനാമം സംസാരത്തിന്റെ ഇടയിൽ കൃഷ്ണനാമം പറയുന്നു. അതിന് തന്നെ അത്ര ശക്തി ഉണ്ടെങ്കിൽ നാമം ജപിക്കാൻ വേണ്ടി ശ്രദ്ധയോടുകൂടി ഇരുന്ന് ജപിക്കുന്ന ആളുകൾക്ക് എന്തായിരിക്കും കിട്ടുന്ന ബെനിഫിറ്റ്? തീർച്ചയായിട്ടും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമുക്കത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം ആക്ച്വലി. എന്നാൽ നമ്മുടെ സ്പിരിച്വൽ അക്കൗണ്ടിലേക്ക് ഇതെല്ലാം ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത് എപ്പോഴാണ് ആവശ്യം വരുന്നത് അന്ന് നമുക്ക് മനസ്സിലാവും. ഇതിലെ അക്കൗണ്ടിൽ സ്പിരിച്വൽ ക്രെഡിറ്റ് കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോഴല്ല, അത് ആവശ്യം വരുന്ന ഒരു സമയത്ത് ഭഗവാൻ നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഒക്കെ വല്ല എഫക്റ്റ് ഉണ്ടോ, വല്ല കാര്യമുണ്ടോ, ഇത് വല്ല നടക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. സംശയങ്ങളൊന്നും ആവശ്യമില്ല. അതെല്ലാം ഭഗവാൻ നേരിട്ട് നോക്കുന്ന കാര്യങ്ങളാണ്. ഭഗവാനാണ് ഭക്തിയിൽ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ അതിന് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഭഗവാൻ നേരിട്ട് കൺട്രോൾ ചെയ്യും. അതാണ് പ്രത്യേകത. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ദ്രിയ ഭോഗങ്ങളുടെ പുറകിലാണ് ഓടാൻ നമ്മുടെ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ മായ ആയിരിക്കും നമ്മുടെ കൺട്രോൾ ചെയ്യുക, അല്ലാണ്ട് ഭഗവാൻ ആയിരിക്കില്ല. യഥാമാം പ്രപത്യന്തേ താം സദേവ ഭജാമ്യം. ഭഗവാനോട് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ് ഇങ്ങോട്ട് ഉണ്ടാവുക. നമ്മൾ ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ കൂടെ തന്നെയുണ്ട്. എങ്ങനെയാണോ അർജുനൻ ശരണം പ്രാപിക്കുന്നത് കൃഷ്ണനെ, കൃഷ്ണൻ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കൂടെ തന്നെ. അത് രഥം തേരാളിയായിട്ട് വന്നു എന്നുള്ളത് മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ നിമിഷവും അവിടെ ഇരുന്ന് അദ്ദേഹം തേരോടിക്കുന്ന സമയത്തും അർജുനന്റെ നേരെ വരുന്ന
അസ്ത്രങ്ങളൊക്കെ കൃഷ്ണനായിരുന്നു നോക്കിയും കണ്ടും ചെയ്യുന്നുണ്ടായിരുന്നത്. അതായത് കർണൻ ഒരു അസ്ത്രം അയച്ചു, നാഗാസ്ത്രം. ആ നാഗാസ്ത്രം അർജുനന്റെ തല പോവേണ്ടതായിരുന്നു. കൃഷ്ണൻ അത് കണ്ടു. ഉടനെ തന്നെ രഥം ഒരു ചവിട്ടി. ആ രഥം ചവിട്ടിയപ്പോൾ രഥം കുറച്ച് ഇഞ്ച് താഴോട്ട് ഭൂമിയിലോട്ട് താഴ്ന്നു. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അസ്ത്രം വന്ന് നാഗാസ്ത്രം അർജുനന്റെ കഴുത്ത് കൊണ്ടുകൊണ്ടതായിരുന്നു. അർജുനന്റെ കിരീടത്തിലടിച്ചു. ആ കിരീടം തെറിച്ചുപോയി. അതാണെങ്കിൽ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള രത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ള സ്പെഷ്യൽ കിരീടമാണ്. കിരീടം പോയപ്പോൾ അർജുനൻ പറഞ്ഞു, കൃഷ്ണ കിരീടം പോയി. കൃഷ്ണൻ പറഞ്ഞു, കിരീടമല്ലേ പോയുള്ളൂ, നിന്റെ തല പോകേണ്ടതായിരുന്നു, സമാധാനിക്ക് എന്ന് പറഞ്ഞു. അതൊരു സിറ്റുവേഷൻ. അതേപോലെ ഒരുപാട് സമയങ്ങൾ. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഈ കുറച്ച്, അതായത് ഭീഷ്മദേവനൊക്കെ ഫുൾ സ്വിങ്ങില് വന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പാണ്ഡവർക്ക്. അർജുനൻ ശരിക്കും വെള്ളം കുടിക്കുന്ന ഒരവസ്ഥയിലായി. കാര്യം ഭീഷ്മദേവനെതിരെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ, അതായത് ഭീഷ്മദേവൻ, ദ്രോണാചാര്യ, എല്ലാവരും അങ്ങനെയായിരുന്നു യുദ്ധം ചെയ്യുന്നുണ്ടായിരുന്നത്. ഒരു ദിവസം അതേപോലെ ഇങ്ങനെ യുദ്ധത്തിന്റെ ഇടയിൽ കുതിരകൾക്ക് ക്ഷീണമായി. കാര്യം അത്രമാത്രം പണിയാണ് അവിടെ ഉള്ളത്. കുതിര അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. കുതിരകൾ ആകെ ക്ഷീണിച്ചു, അനങ്ങാൻ പറ്റാതെ, അവർക്ക് വേഗത്തിൽ ഓടാൻ പറ്റാതെയായി. ആ സമയത്ത് കൃഷ്ണൻ പറയുന്നു, മഹാഭാരതം, ആ സമയത്ത് ഇവര് ഒന്ന് ഡയറക്ഷൻ മാറ്റി കൊണ്ടുപോയി ഒന്ന് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുതിരയ്ക്ക് റെസ്റ്റ് കൊടുക്കാനും. ആ സമയത്ത് അർജുനൻ തേരിലിരിക്കുന്നു. കൃഷ്ണനാണ് കുതിരകൾക്ക് വെള്ളം കൊടുക്കുന്നതും. ഓരോ കുതിരയ്ക്കും വെള്ളം കൊടുക്കുന്നു. വെള്ളം കൊടുത്ത് അവരുടെ തലയൊക്കെ തലോടി കൊടുക്കുന്നു, സമാധാനിപ്പിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷൻ ചെയ്യുന്ന പണിയാണ്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നു ഇതെല്ലാം? അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി, സുഹൃത്തിന് വേണ്ടി, അർജുനന് വേണ്ടി. അതേപോലെ തന്നെ ഭീഷ്മപിതാമഹന്റെ ശക്തിയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അതായത് 1000 അർജുനൻ വന്നാലും ഒറ്റയ്ക്ക് നേരിടാൻ പറ്റുന്ന അത്രയും മഹാരഥിയായിരുന്നു ഭീഷ്മപിതാമഹൻ. അദ്ദേഹം ഇന്ന് പാണ്ഡവരുടെ കഥ തീർക്കുമെന്ന് പറഞ്ഞ് വന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൃഷ്ണൻ, അർജുനൻ ആകെ കേൾക്കുന്നത് ശരങ്ങളുടെ ശബ്ദം മാത്രം, ഒന്നും കാണുന്ന പോലും ഇല്ലായിരുന്നു. അത്രമാത്രം വേഗത്തിലായിരുന്നു ഭീഷ്മപിതാമഹന്റെ ശരങ്ങൾ വരുന്നത്, അസ്ത്രങ്ങൾ വരുന്നത്. ഒന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം കൃഷ്ണന് ഇറങ്ങേണ്ടി വന്നു. ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞ കൃഷ്ണൻ ആയുധം എടുക്കുന്നു. ആർക്ക് വേണ്ടി ആയുധം എടുക്കുക എന്ന് പറഞ്ഞാൽ രഥത്തിന്റെ ചക്രം എടുക്കുന്നു, അല്ലെ? നമുക്കറിയാം ആ കഥ. ആർക്ക് വേണ്ടി? അർജുനന് വേണ്ടി. അർജുനന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്നു കൃഷ്ണൻ. കാരണം എന്താണ്? അർജുനൻ ശരണം പ്രാപിച്ചു. അതുകൊണ്ട് പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിലെ മുഴുവനും കൺട്രോൾ എടുക്കുന്നത് ഭഗവാനാണ്, മായയല്ല. ഭൗതിക തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ശരീരബോധത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, ഇന്ദ്രിയ സുഖഭോഗങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൺട്രോളർ മായയാണ്, ഭഗവാനായിരിക്കില്ല. അതുകൊണ്ടാണ് പല സമയങ്ങളിലും നമ്മൾ വീഴ്ച സംഭവിക്കുമ്പോൾ തകർന്നു പോകുന്നതും, വിഷമമാവുന്നതും, കരയുന്നതും, ദേഷ്യം വരുന്നതും ഒക്കെ. ബിക്കോസ് അതില് നമ്മുടെ ഇന്ദ്രിയ ഭോഗങ്ങളുടെ അത് നേടാൻ പറ്റാതെ ആവുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ. കാരണം മായ ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യാം നമ്മളെ. നമുക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഇടയിൽ. അതാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ പ്രഭുജി? മായ നമ്മളെ കൺട്രോൾ ചെയ്യുന്നതും ഈശ്വരൻ കൺട്രോൾ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാനെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ, പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുമ്പോൾ നേരിട്ട് ഭഗവാനായിരിക്കും നമ്മുടെ ഓരോ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ബേസിക്കലി. ബിക്കോസ് പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചിട്ടുള്ള ഭക്തരെ ഭഗവാൻ നേരിട്ടാണ് അവരെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ മായ ആയിരിക്കില്ല. മായയുടെ ഒരു
അധീനതയിൽ വരില്ല ഭക്തരെ നേരിട്ട് ഭഗവാൻ സംരക്ഷിക്കുന്നു, ഭക്തരെ നേരിട്ട് അദ്ദേഹത്തിന് ഭക്തരുടെ കാര്യങ്ങൾ നോക്കുന്നു. എന്നാൽ നേരെ മറിച്ച് ഭഗവാനെ മറന്നിരിക്കുന്ന ആൾക്കാരുടെ അവരെ കൺട്രോൾ ചെയ്യുന്നത് മായയായിരിക്കും. അതാണ് പറഞ്ഞത്. ഹരേ കൃഷ്ണ, മനസ്സിലായി പ്രഭു. അപ്പൊ മായ നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കാമക്രോധ മോദലാഭ എല്ലാം വരുന്നത്, അതല്ലേ പ്രഭു? കാരണം നമ്മൾ ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ട് ഹരിബോൾ. ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിച്ച ആൾക്ക് കാമക്രോധ ലോപമോഹം ഒന്നും വരില്ല. കാമക്രോധ ലോപമോഹമൊക്കെ സാധാരണ വരുന്നത് നമുക്ക് ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോഴാണ് ഇതെല്ലാം പുറത്തേക്ക് വരുന്നത്, അല്ലെ? അതിന്റെ അർത്ഥം നമ്മുടെ പ്രയോറിറ്റി ഭഗവാനല്ല. അതുകൊണ്ടാണ് നോക്കിക്കഴിഞ്ഞാൽ ശുദ്ധഭക്തർക്ക് ഒന്നുമില്ല. അവർക്ക് എന്ത് ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കിട്ടിയാലും നഷ്ടപ്പെട്ടാലും എല്ലാ സമയത്തും ഒരേപോലെയാണ്, വ്യത്യാസമില്ല. ഏത് സാഹചര്യത്തിലും അവര് സമചിത്തത പാലിച്ച് ഒന്നും അവരെ ബാധിക്കാൻ പോകുന്നില്ല. അതാണ് വ്യത്യാസം. കാര്യം അതിന്റെ അർത്ഥം ഭഗവാൻ നേരിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. മനസ്സിലായി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 218. ഹരി കൃഷ്ണ നാരായണ ലൈലെ തീന നാമ ബഡ ഭാഗ്യവാൻ തുമി ബഡ പുണ്യവാൻ. ഹരേ കൃഷ്ണ. പ്രഭു വേറെ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ആർക്ക് വേണമെങ്കിൽ വായിക്കാം. വിഷ്ണുപ്രിയമാജി ബുക്കുണ്ടോ? വിഷ്ണുപ്രിയമാജി, ഞാനൊന്ന് ബുക്ക് എടുക്കട്ടെ. ആ ശരി. അപ്പൊ ഇത് ഞാൻ വായിക്കാം. ആദ്യം അടുത്തത് എടുത്താൽ മതി. ഹരേ കൃഷ്ണ നാരായണ ലൈലെ തീന നാമ ബഡാ ഭാഗ്യവാൻ തുമി ബഡാ പുണ്യവാൻ. വിവർത്തനം ഭാവാർത്ഥം. കൃഷ്ണ പ്രഭുപാദ് ജയ്. നിങ്ങൾ ഭഗവാന്റെ 3 തിരുനാമങ്ങൾ ഹരി, കൃഷ്ണൻ, നാരായണൻ ജപിച്ചു. അതിനാൽ നിങ്ങൾ നിസ്സംശയം അതീവ ഭാഗ്യവാനും പുണ്യവാനുമാണ്. ഭാവാർത്ഥം. ഹരി, കൃഷ്ണൻ, നാരായണൻ എന്നീ ദിവ്യനാമങ്ങൾ അപരാധരഹിതമായി കീർത്തനം ചെയ്യുന്ന ഒരുവൻ അത്യന്തം ഭാഗ്യവാനാണെന്നും ഇന്ത്യക്കാരനാണെങ്കിലും അല്ലെങ്കിലും ഹിന്ദുവാണെങ്കിലും അഹിന്ദുവാണെങ്കിലും അവൻ തക്ഷണം ധാർമ്മികനായി തീരുമെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു ഇവിടെ സ്ഥിരീകരിക്കുന്നു. അതിനാൽ മറ്റ് രാജ്യങ്ങളിൽ വൈഷ്ണവരെ സൃഷ്ടിക്കുന്നതിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തോട് പ്രതിഷേധിച്ച് ഭാഷണ്ടികൾ നടത്തുന്നതായാലും നിർവഹിച്ചുകൊണ്ട് ചൈതന്യ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാൻ മഹാപ്രഭു പറയുന്നു, ഹരി കൃഷ്ണ നാരായണ ലൈലെ തീന നാമ ബഡ ഭാഗ്യവാൻ തുമി ബഡ പുണ്യവാൻ. കാസിയോട് പറയുവാണ്, അങ്ങ് മഹാഭാഗ്യവാനാണ്, അങ്ങ് അതായത് പുണ്യാത്മാവ്, അങ്ങ് പുണ്യാത്മാവാണ്, അങ്ങ് ബഡ ഭാഗ്യവാൻ, അങ്ങ് വലിയ ഭാഗ്യവാനാണ്. കാരണം എന്താണ്? അങ്ങ് ഹരി, കൃഷ്ണ, നാരായണ എന്നുള്ള തിരുനാമങ്ങൾ ജപിച്ചു. അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താണ്? ഭഗവാന്റെ നാമം ജപിക്കുക എന്ന് പറയുന്നത്, ജപിക്കാനുള്ള അവസരം കിട്ടുക എന്ന് പറയുന്നത് മഹാ സൗഭാഗ്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതിനെ വളരെ ലൈറ്റ് ആയിട്ട് എടുക്കുന്നു നമ്മൾ പലപ്പോഴും. നാമം ഓക്കെ, എന്താണുള്ളത് അതില്? ഒന്നുമില്ല. ആക്ച്വലി ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുള്ളവർക്ക് നാവിൽ ഇത് വരുകയുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് ജപിക്കാൻ പറഞ്ഞു കൊടുത്താലും തോന്നില്ല, സാധിക്കില്ല. അത് ശരിക്കും വലിയൊരു ഭാഗ്യം തന്നെയാണ്, അനുഗ്രഹമാണ്, കൃപയാണ് ഭഗവാന്റെയും വൈഷ്ണവരുടെയും. ഇവിടെ മഹാപ്രഭു പറയുന്നു കാസിയോട്, അങ്ങ് ഭാഗ്യവാനാണ്. കാര്യം അങ്ങ് ഭഗവാന്റെ നാമം ജപിക്കുന്നു, അങ്ങയുടെ തിരുമുഖത്തിൽ നിന്ന് നാമം വരുന്നു, അതുകൊണ്ട് അങ്ങ് ഭാഗ്യവാനാണ്. ശീലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, അതായത് ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുള്ളവർക്കാണ് ഈ ഒരു അവസരം കിട്ടുന്നത് എന്നുള്ളത് സംശയമില്ല ഈ കാര്യത്തിൽ. ഹിന്ദു ആവട്ടെ, ഹിന്ദു അല്ല, അഹിന്ദു ആവട്ടെ,
ഹിന്ദു സമുദായത്തിന് മാത്രമുള്ളതല്ല. ആർക്ക് വേണമെങ്കിലും ചൊല്ലാം ഹരിനാമം, ആർക്ക് വേണമെങ്കിലും കൃഷ്ണനാമം ചൊല്ലാൻ, അതിനൊരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പൊ ശീലപ്രഭുപാദ് പറയുന്നു, പാഷണ്ഡികൾ പല പ്രസ്താവനകളും പറയുന്നു, നമ്മുടെ ഈ പ്രസ്ഥാനത്തെ തടയാൻ വേണ്ടി പല രീതിയിലും അവര് പല കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ അതൊന്നും നമുക്ക് വിഷയമല്ല. ചൈതന്യ മഹാപ്രഭു നേരിട്ട് നമ്മുടെ കൂടെ ഉണ്ട്, അത് നമുക്കറിയാം. ഇല്ലെങ്കിൽ ലോകമെമ്പാടും ഇത്രയും ഹരേകൃഷ്ണ മഹാമന്ത്രം പടരില്ലായിരുന്നു, അത് ഉറപ്പാണ്. ശീലപ്രഭുപാജിയെ എംപവർ ചെയ്യുന്നത് ചൈതന്യ മഹാപ്രഭു നേരിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചതും. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മഹാപ്രഭുവിന്റെ പാർഷദര് രൂപ, സനാതൻ ഗോസ്വാമിമാരെ എല്ലാവരും തന്നെ കൂടെ ഉണ്ടായിരുന്നു. അവരാണ് ഇതെല്ലാം ശീലപ്രഭുപാദിനെ മുന്നോട്ട് നയിക്കുന്നുണ്ടായിരുന്നു. അവര് മുന്നിൽ നിന്ന് നയിക്കുന്നു. പ്രഭുപാദ്ജി എപ്പോഴും പറയും, അവരാണ് ചെയ്യുന്നത്, ഞാൻ നിമിത്തം മാത്രമാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ പാത പിന്തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആരെന്ത് പറഞ്ഞോട്ടെ, അതൊന്നും ഒരു വിഷയമല്ല. ഏതാസുനി കാജിരദുയേ ചക്ഷേ പാടേ പാനി പ്രഭുരാചരണ ചുനി ബാലെ പ്രിയവാണി. ഹരേ കൃഷ്ണ. ഓക്കെ, ആരെങ്കിലും വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. ഏതശൂനി കാചിരദുയേ ചക്ഷേ പാടേ പാനി പ്രഭുരാചരണ ചുനി ബലെ പ്രിയവാണി. വായിച്ചോളണം മാജി, വായിക്കണം. ഹരേ കൃഷ്ണ മാതാജി, എനിക്ക് അൺമ്യൂട്ട് ആക്കാൻ പറ്റിയില്ലേ, അതാണ്. ശരി, വായിക്കണം മാജി, ബാക്കി വായിക്കണം. ഇത് വിവർത്തനം. ഹരേ കൃഷ്ണ. ശിലപ്രപാദിക്ക് ജയ്. ഇത് കേട്ട് കാശിയുടെ കണ്ണുകളിൽ നിന്ന് അശ്രുബിന്ദുക്കൾ ഒഴുകി. അദ്ദേഹം മഹാപ്രഭുവിന്റെ ചരണങ്ങൾ സ്പർശിച്ചുകൊണ്ട് ഇപ്രകാരം മധുരവചനങ്ങൾ പൊഴിഞ്ഞു. ഹരേ കൃഷ്ണ. ഇതെല്ലാം കേട്ടപ്പോ കാസിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു തുടങ്ങി. കാസി കരഞ്ഞു തുടങ്ങി. കാര്യം, ഒന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ ദർശനം കിട്ടിയാൽ തന്നെ ആരാണ് ശുദ്ധമാവാതിരിക്കുക? പരമദിവ്യ പുരുഷൻ ഭഗവാൻ മുമ്പിൽ നിൽക്കുവാണ്. ചൈതന്യ മഹാപ്രഭു മുമ്പിൽ നിൽക്കുമ്പോൾ മഹാപ്രഭു അദ്ദേഹത്തെ തൊടുന്നുണ്ട് സംസാരിക്കുന്ന സമയത്ത്. കാസിയുടെ ഹൃദയം അലിയാതിരിക്കുമോ? ഇല്ല, അലിയുന്നു, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. ഉടനെ തന്നെ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു, തൊട്ടുകൊണ്ട് അദ്ദേഹം പിന്നീട് എന്തു പറയുന്നു നോക്കാം. തോമാര പ്രസാദേ മോറ ഗുച്ചില കുമതി ഏ കൃപാകാരയേന തോമാത്തെ രാഹു ഭക്തി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു പ്രണാമം. ഹരേ കൃഷ്ണ. ശ്ലോകം 220. തോമാര പ്രസാദേ മോര കുചില കുമതി ഏയി കൃപാകാരയേന തോമാതെ രഘു ഭക്തി. വിവർത്തനം. ശിലപ്രഭുപാദിക്ക് ജയ്. അങ്ങയുടെ പ്രസാദത്താൽ എന്റെ ദുർബുദ്ധി ഇല്ലാതായി. ദയവായി എന്നിൽ കരുണ കാട്ടിയാലും അപ്രകാരം എന്നും എന്റെ ഭക്തി അങ്ങയിൽ നിഷ്ഠിതമാകട്ടെ. ഹരേ കൃഷ്ണ. കാജി പറയുന്നു, അങ്ങയുടെ കൃപ കൊണ്ട്, അങ്ങയുടെ മഹാകാരുണ്യം കൊണ്ട് എന്റെ ഉള്ളിലുണ്ടായിരുന്ന തെറ്റായിട്ടുള്ള ഒരുപാട് വിചാരങ്ങളും തെറ്റായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാനുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം, മഹാപ്രഭുവിന്റെ സങ്കീർത്തന ആന്തോളനത്തെ നിർത്തണം എന്നുള്ളൊരു ഇന്റൻഷൻ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് കാസിക്ക്. എന്നാൽ കാസി പറയുന്നു, അതെല്ലാം, അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള എല്ലാ ധാരണകളും തെറ്റായിട്ടുള്ള എല്ലാ ഉദ്ദേശങ്ങളും അങ്ങയുടെ കൃപ കൊണ്ട് എല്ലാം മാഞ്ഞു പോയി. അതുകൊണ്ട് കാജി പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് എന്നെ അനുഗ്രഹിക്കണം. എനിക്ക് അങ്ങയോടുള്ള ഭക്തി എന്നെന്നും നിലനിൽക്കാൻ വേണ്ടി, കൂടുതൽ ഞാൻ അങ്ങയുമായിട്ട് അടുക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു, അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കൂ എന്ന് പറയുന്നു. അപ്പൊ കാജി പറയുന്നു, കാജിയുടെ ആഗ്രഹം മഹാപ്രഭുവിനെ ആരാധിക്കണം. അപ്പൊ മഹാപ്രഭുവിന്റെ അനുഗ്രഹം ചോദിക്കുന്നു അദ്ദേഹം. അപ്പൊ മഹാപ്രഭു പറയുന്നു, പ്രഭു കഹേ ഏക ദാന മാഗിയെ തൊമായ സങ്കീർത്തന വാദായേ നഹേ നദിയായ. ഹരേ കൃഷ്ണ. പ്രഭു കഹേ ഏക ദാന മാഗിയെ തൊമായ സങ്കീർത്തന വാദായേ നഹേ നദിയായ. ഹരേ കൃഷ്ണ. വിവർത്തനം. മഹാപ്രഭു പറഞ്ഞു, നിങ്ങളോട് ഞാൻ ഒരു ദാനം ചോദിക്കുന്നു.
ഈ നാമസങ്കീർത്തനം തടയുകയില്ലെന്ന് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യണം. കുറഞ്ഞ പക്ഷം ഈ നാദിയ ജില്ലയിലെങ്കിലും. ഹരേ കൃഷ്ണ. മഹാപ്രഭു പറയുന്നു, ഓക്കെ, കാസി പറഞ്ഞു, കാസി കാലിൽ വീണു, അനുഗ്രഹം ചോദിക്കുന്നു, അദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ പറയുന്നു, ഭക്തിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഒരു ചൈതന്യ മഹാപ്രഭു ആ സമയത്ത് പറയുന്നു, എനിക്ക് അങ്ങയോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഒന്ന് നോക്കൂ, ഇത്രയൊക്കെ ആയിട്ടും കാസിയോട് സംസാരിക്കുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു പറയുവാണ്, എനിക്ക് അങ്ങയുടെ മുമ്പിൽ ഒരു നിവേദനം സമർപ്പിക്കാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുണ്ട്. ദയവ് ചെയ്ത് അങ്ങ് അത് സാധിപ്പിച്ചു തരണം, അല്ലെങ്കിൽ ചെയ്യണം. എന്താണ് പറയുന്നത് അദ്ദേഹം? സങ്കീർത്തന ആന്തോളനം, ഈ സങ്കീർത്തന ആന്തോളനം അങ്ങ് തടയരുത്, അത് അങ്ങ് തടയരുത്. അറ്റ്ലീസ്റ്റ് നാദിയ ജില്ലയിലെങ്കിലും, നാദിയ നവദ്വീപിലെങ്കിലും അങ്ങ് ഇത് ചെയ്യാൻ പാടില്ല, അങ്ങ് തടയരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. അത് അങ്ങ് ചെയ്യണമെന്ന് പറയുന്നു കാസിയോട്. കാസി പറയുന്നു, കാസി കഹേ മോര വംശേ യത ഉപജിബേ താഹകെ താലക ദീപ കീർത്തന ഭദിബേ. ഹരേ കൃഷ്ണ. ശ്ലോകം 222. കാജി കഹേ മോര വംശേ യത ഉപജിബേ താഹകെ താലക ദീപ കീർത്തന ഭദിബേ. ഹരേ കൃഷ്ണ. വിവർത്തനം. കാസി പറഞ്ഞു, എന്റെ വംശത്തിൽ ജനിക്കുന്ന പിൻഗാമികൾക്കെല്ലാം ഞാൻ ഈ ധീരമായ താക്കീത് നൽകുന്നു, ആരും സങ്കീർത്തന പ്രസ്ഥാനത്തെ തടയരുത്. ഭാവാർത്ഥം ശില പ്രഭുപാദ് ജയ്. കാസിയുടെ ഈ ഉഗ്രശാസനത്തിന്റെ ഫലമായി ഇന്നും കാസിയുടെ കുടുംബത്തിലെ പിൻഗാമികൾ ആരും സങ്കീർത്തന പ്രസ്ഥാനത്തെ ഒരു സാഹചര്യത്തിലും എതിർക്കുന്നില്ല. അയൽ സ്ഥലങ്ങളിൽ വലിയ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ നടക്കുമ്പോൾ പോലും കാസിയുടെ പിൻഗാമികൾ അവരുടെ പിതാമഹനാൽ നൽകപ്പെട്ട ഉറപ്പ് സത്യസന്ധമായി സംരക്ഷിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാസി പറയുന്നു, ഞാൻ മാത്രമല്ല, ഞാൻ തീർച്ചയായിട്ടും തടയില്ല. ഇനി അങ്ങനത്തെ സംഭവം ഉണ്ടാവാൻ പോകുന്നില്ല. മാത്രമല്ല, ഇനി വരുന്ന എന്റെ പരമ്പരയിൽ ഇനി വരുന്ന തലമുറകൾ ആരും ഈ സങ്കീർത്തന ആന്തോളനത്തെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, തടയാൻ പോകുന്നില്ല. ആ ഉറപ്പ് ഞാൻ തരുന്നു എന്ന് പറയുന്നു. ശിലപ്രഭുജി ഭാവർത്തിൽ പറയുന്നു, ആ ഒരു വാക്ക്, കാസി എന്ന് കൊടുത്തിട്ടുള്ള വാക്ക് ഇന്നും നിലനിർത്തി കൊണ്ടുവരുന്നുണ്ട് അവരുടെ ആ വംശത്തിൽ വരുന്നവര്. കാര്യം കാസി കൊടുത്തിട്ടുള്ള വാക്ക് ഹിന്ദു അല്ലെങ്കിൽ ഈ ഒരു സങ്കീർത്തന ആന്തോളനത്തെ ഒന്നും ചെയ്യില്ല എന്നുള്ളത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ നവദ്വീപിൽ പോകുന്ന സമയത്ത്. ഒരുപാട് മുസൽമാൻ ആളുകളുണ്ട് അവിടെ. നവദ്വീപും മായപ്പൂരിലൊക്കെ നിറയുണ്ട്. ആക്ച്വലി ഒരുപാട് ആ ഭാഗത്ത് അമ്പലം വിട്ട് കഴിഞ്ഞാൽ അവിടെ കൂടുതലും അവരാണ്. എന്നാലും അവിടെ ഇങ്ങനെയുള്ള കീർത്തനമാവട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളാവട്ടെ, ഒന്നിനും ഒരു തടസ്സമില്ല. ഭഗവാന്റെ മഹാപ്രഭുവിന്റെ അനുഗ്രഹം, കാസിയുടെ അനുഗ്രഹം, കാസി ഭഗവാന്റെ ഭക്തനായി മാറുന്നു. ആ ഒരു റെസ്പെക്ട് ഇപ്പോഴും അവർക്ക് ഉണ്ട്. ശുനി പ്രഭു ഹരി ബലി ഉഠില അപാനി ഉഠില വൈഷ്ണവ സഭ കരി ഹരിധ്വനി. കൃഷ്ണ. ശുനി പ്രഭു ഹരി ബലി ഉഠില അപാനി ഉഠില വൈഷ്ണവ സഭ കരി ഹരിധ്വനി. വിവർത്തനം. ഇത് കേട്ട മഹാപ്രഭു ഹരി ഹരി എന്ന് ഉച്ചരിച്ചുകൊണ്ട് എഴുന്നേറ്റു. അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് മറ്റെല്ലാ വൈഷ്ണവരും തിരുനാമ കീർത്തനം ചെയ്തുകൊണ്ട് എഴുന്നേറ്റു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ ഇത് കേട്ടപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന് ഒരുപാട് സന്തോഷമായി. അദ്ദേഹം അങ്ങനെ ഇവര് തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സംസാരം കാര്യം സൊല്യൂഷൻ ആയി എന്ന് മാത്രമല്ല, കാസി ഭക്തനായി മാറുന്നു. കാസി വാക്ക് കൊടുക്കുന്നു, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇന്ന് മാത്രമല്ല, ഇനി വരുന്ന കാലങ്ങളിലും ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് വളരെ സന്തോഷമായി മഹാപ്രഭു എഴുന്നേൽക്കുന്നു. ഹരി ഹരി എന്ന് പറഞ്ഞ് മഹാപ്രഭു എഴുന്നേറ്റ് നാമം ജപിച്ചു തുടങ്ങി. ആ സമയത്ത് മറ്റുള്ള എല്ലാ വൈഷ്ണവരും അവിടെ ഒറ്റ സ്വരത്തിൽ ഭഗവാന്റെ തിരുനാമം ഉറക്കെ ചൊല്ലുന്നു. കീർത്തന കരിതെ പ്രഭു കരില ഗമന സംഗെ ചലി ആശി കാസി ഉല്ലാസിത മന. ഹരേ കൃഷ്ണ. കീർത്തന കരിതെ പ്രഭു കരില ഗമന സംഗേ ചലി ആയിസെ കാജി ഉല്ലാസിത മന. വിവർത്തനം. ശ്രീ ചൈതന്യ മഹാപ്രഭു നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് മടങ്ങിപ്പോയി. ഉല്ലാസവാനായ കാസിയെയും അവിടുന്ന് അനുഗമിച്ചു.
മഹാപ്രഭുവും പാർഷദരും എല്ലാവരും കൂടെ അങ്ങനെ കീർത്തനമായിട്ട് സന്തോഷമായിട്ട് തിരിച്ചു പോകുന്നു. കൂടെ കാശിക്ക് ഒരുപാട് സന്തോഷമായി. കാശിയും കൂടെയുണ്ട്. കാശിയും അവരുടെ കൂടെ സങ്കീർത്തനത്തിൽ പങ്കെടുക്കുന്നു. കാശിരെ വിദയദില ശചിര നന്ദന നാചിത്തെ അയല അപന ഭവന. കാചിരെ വിദായ ദില ശചിര നന്ദന നാചിതെ ആയില അപന ഭവന. വിവർത്തനം. കാശിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ശചീനന്ദനൻ പറഞ്ഞു. അനന്തരം അവിടുന്ന് നൃത്തം ചെയ്തുകൊണ്ട് സ്വഗൃഹത്തിലേക്ക് പോയി. കാശിയോട് പറഞ്ഞു ചൈതന്യ മഹാപ്രഭു തിരിച്ചു പൊക്കോളൂ വീട്ടിലോട്ട്. കാര്യം കാശി കൂടെ കൂടി. കാശിക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. മഹാപ്രഭു പറഞ്ഞു തിരിച്ചു വീട്ടിലോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ് കാശിയെ പറഞ്ഞയച്ച് തിരിച്ച് മഹാപ്രഭുവും പാർഷദരും എല്ലാവരും കൂടെ തിരിച്ചു വരുന്നു. ശചിനന്ദൻ ഗൗരഹരി ഏയ് മത്തെ കാജീര പ്രഭു കരില പ്രസാദ ഇഹ യേശുനെ താര കണ്ഠേ അപരാധ. ഏയ് മതെ കാചിരെ പ്രഭു കരില പ്രസാദ ഇഹ യേശുനെ താര ഖണ്ഡേ അപരാധ. വിവർത്തനം. ഇതാണ് ചാന്ദ് കാശിയെ മഹാപ്രഭു അനുഗ്രഹിച്ച സംഭവം. ഇത് ശ്രവിക്കുന്ന ഏതൊരുവനും അപരാധങ്ങളിൽ നിന്ന് മുക്തനാകും. ഹരേ കൃഷ്ണ. ഇതാണ് ചാന്ദ് കാസിയെ മഹാപ്രഭുവും തമ്മിലുള്ള സംവാദം വരുന്നതും ചാന്ദ് കാസിയെ അനുഗ്രഹിക്കുന്നു. അദ്ദേഹം ഭക്തനായി മാറുന്നു. ഈ ഒരു സെക്ഷൻ നമ്മൾ വായിക്കുകയാണെങ്കിൽ പഠിക്കുകയാണെങ്കിൽ ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു എന്താണ് ഫലശ്രുതി. ഈ ഒരു ലീല ശ്രദ്ധയോടുകൂടി കേൾക്കുന്നവര് അവരുടെ ഉള്ളിലുള്ള എല്ലാ അപരാധങ്ങളിൽ നിന്ന് മുക്തരാകുന്നു എന്നാ പറയുന്നത്. അപരാധങ്ങളെല്ലാം ഉള്ളതെല്ലാം പോകുന്നു. അതാണ് അത്രമാത്രം ശക്തിയുണ്ട്. അതാണ് ഫലശ്രുതി ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ശ്ലോകം മുതൽ ലീല, ഈ കാസിയുടെ ലീല ഇവിടെ തീരുന്നു. ഇനി അടുത്ത സെക്ഷനാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. ശ്രീ ചൈതന്യ ചരിതാമൃത കി ജയ്. ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി की जय. शीला प्रभुपाद की जय. गौड़ीय गुरुवृंद की जय. निताय गौर प्रेमा. हरे कृष्ण. थैंक यू. ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാമം. താങ്ക് യു. प्रणाम. हरे कृष्ण. ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാമം. हरे कृष्ण. प्रणाम. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. हरे कृष्ण. थैंक यू मनसी. प्रणाम. താങ്ക് യു പ്രഭു. താങ്ക് യു. हरे कृष्ण. प्रणाम. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. വളരെ നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യഃ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. പ്രഭുപാദ് കി ജയ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.